നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. കൊച്ചിയിലെ കടലാക്രമണത്തിന് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധവുമായി വൈദികർ. കണ്ണമ്മാലി മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള തീരം സംരക്ഷിക്കണമെന്ന് ഉപവാസ സമരം. ആലപ്പുഴ, കൊച്ചി രൂപതകളിലെ വൈദികർ സമരത്തിൽ. കൊല്ലം കൊട്ടാരക്കരയിൽ ട്രാൻസ്ജെൻഡേഴ്സിന്റെ സമരത്തിൽ ആക്രമണത്തിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യത. SHO ഉൾപ്പെടെ 10 പോലീസുകാർ ചികിത്സയിൽ. ഇന്നലെ അറസ്റ്റിലായത് 20ഓളം പേർ. താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ പ്രതികൾക്ക് +1 പ്രവേശനം നൽകിയതിൽ പ്രതിഷേധം കനക്കുന്നു. വിദ്യാർത്ഥി സംഘടനകൾ സമരത്തിൽ. വിദ്യാർത്ഥികളെ പുറത്താക്കണമെന്ന് രക്ഷാകർത്താക്കളും. കണ്ണൂർ കായലോട്ട് ആൾക്കൂട്ട വിചാരണയിൽ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതം. ആത്മഹത്യാക്കുറിപ്പിൽ സുഹൃത്തിനെതിരെ പരാമർശമില്ല. ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയായ ഇയാൾ ഒളിവിൽ. കടലാക്രമണം പരിഹരിക്കാൻ നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഉപവാസ സമരവുമായി വൈദികർ. കണ്ണമ്മാലി മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള തീരം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം. ആലപ്പുഴ, കൊച്ചി രൂപതകളിലെ വൈദികരാണ് ഉപവാസമിരിക്കുന്നത്. കഴിഞ്ഞ 6-7 വർഷമായി കൊച്ചിയുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന, പ്രത്യേകിച്ച് കണ്ണമ്മാലി മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള പ്രദേശങ്ങളിൽ, തീരദേശങ്ങളിൽ താമസിക്കുന്നവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കടലാക്രമണം. ഇവർക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്തത്ര ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ്. വീടുകൾ ഭാഗികമായും പൂർണ്ണമായും കടലെടുക്കുന്നതും റോഡുകൾ കടലെടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഈ കഴിഞ്ഞ മഴയിലൊക്കെ ഈ കണ്ണമ്മാലി ഭാഗത്തുള്ളവർ അനുഭവിക്കുന്ന ദുരിതം എത്രത്തോളമാണെന്ന് നമ്മൾ നേരിട്ട് കണ്ടറിഞ്ഞതുമാണ്. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കൊച്ചി, ആലപ്പുഴ രൂപതകളുടെ ഉപവാസ ധർണ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. BOT പാലത്തിന് സമീപത്തായി. ഒരുപാട് വർഷങ്ങളായി നടക്കുന്ന പ്രശ്നമാണ് നിങ്ങളുടെ ഈ ഒരു പ്രതിഷേധം. പക്ഷെ ഇതുവരേക്കും ഒരു ഫലമുണ്ടായില്ല. ഇപ്പൊ എന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഉപവാസ ധർണ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്? ഏറ്റവും പ്രത്യേകമായി കടൽ ഭിത്തി, ടെട്രോപാഡ് ചെല്ലാനം ഭാഗത്ത് ചെയ്തതുപോലെ തന്നെ ഫോർട്ട് കൊച്ചി വരെ ആ ടെട്രോപാഡ് സംവിധാനം ചെയ്യണം. ഇന്ന് പുത്തൻതോട് വരെ ചെയ്തു. പക്ഷേ അതിൻ്റെ ഇപ്പുറത്ത് കണ്ണമാലി, ചെറിയകടവ്, കാട്ടിപ്പറമ്പ്, മാനാശ്ശേരി ഭാഗത്തൊക്കെ വളരെ രൂക്ഷമായി കടൽ കയറി വീടുകളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ശോചനീയമായ അവസ്ഥ. ഒരു വീട് വെക്കണമെങ്കിൽ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് വീട്. പക്ഷെ ആ വീട് മുഴുവനും ഒരു ദിവസം കൊണ്ട് നശിച്ചുപോയി. മനുഷ്യർ കഷ്ടപ്പെടുന്ന ദുരിതത്തിൻ്റെ കാഴ്ചയാണ് കണ്ണമാലി, ചെറിയടവ്, കാട്ടിപ്പറമ്പ്, മാനാശ്ശേരി, സൗദി, ഈ സ്ഥലങ്ങളിൽ കാണും. ഞങ്ങളുടെ ആവശ്യം ശക്തമായ കടൽ ഭിത്തി ഉണ്ടാവുക, മനുഷ്യർക്ക് സുരക്ഷിതത്വം ഉണ്ടാവും. അത് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം. കളക്ടർ അടക്കം കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചകൾക്കൊടുവിൽ പറഞ്ഞിരുന്നത് ടെട്രോപോഡ് നിർമ്മാണം 10 ദിവസത്തിനുള്ളിൽ ആരംഭിക്കുമെന്നാണ്. പക്ഷേ ഇപ്പോൾ നൽകുന്ന വിശദീകരണം ഈ പ്രതികൂല കാലാവസ്ഥ കാരണം ടെട്രോപോഡ് നിർമ്മാണം നടത്താൻ കഴിയുന്നില്ല എന്നാണ്. പക്ഷെ അപ്പോഴും ദുരിതം അനുഭവിക്കുന്നത് നിരവധി തീരദേശത്ത് താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. ഇവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം, അവരുടെ വീടുകൾ സംരക്ഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഉപവാസ സമരം നടത്തിയിരിക്കുന്നത്. ക്യാമറമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. കണ്ണൂർ കായലോട്ട് ആൺസുഹൃത്തിനോട് സംസാരിച്ചതിന് ആൾക്കൂട്ട വിചാരണ നേരിട്ടതിൽ മനം നൊന്ത് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതം. പോലീസ് കണ്ടെടുത്ത യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ സുഹൃത്തിനെതിരെ പരാമർശമില്ല. ആൾക്കൂട്ട വിചാരണയ്ക്കിരയായ ഇയാൾ ഒളിവിലാണ്. ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് യുവതി ജീവനൊടുക്കിയ കേസിൽ നിർണായകമായ ആത്മഹത്യാക്കുറിപ്പാണ് പോലീസ് കണ്ടെടുത്തത്. 3 പേജുള്ള കുറിപ്പിൽ ഒരിടത്തും യുവതിയുടെ ആൺസുഹൃത്തിനെ കുറിച്ച് പരാമർശമില്ല. സുഹൃത്തുമായി സംസാരിച്ചിരിക്കെ ഒരു സംഘമെത്തി ഭീഷണിപ്പെടുത്തുകയും പരസ്യ വിചാരണ നടത്തുകയും ചെയ്തു. ഇവയുടെ വിശദാംശങ്ങൾ ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. യുവാവിനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയും ക്രൂരമർദ്ദനത്തിനും ഇരയാക്കി. സദാചാര പോലീസിംഗ് നടന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. മറ്റു തരത്തിൽ ഭീഷണിപ്പെടുത്തിയോ എന്നും അന്വേഷിച്ചു വരികയാണ്. ഇപ്പോൾ തലശ്ശേരി ASPയുടെ നേതൃത്വത്തിൽ ഒരു ടീം നമ്മൾ ഈ കേസിന്റെ അന്വേഷണത്തിന് വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതലായിട്ടുള്ള പ്രതികളെ മനസ്സിലാക്കുന്ന പക്ഷേ കൂടുതൽ ഒഫൻസ് വെളിവാകുന്ന പക്ഷം അതിനെ തുടർന്നുള്ള സമഗ്രമായിട്ടുള്ള പോലീസ് നടപടി.
റസീനയുടെ ബന്ധു ഉൾപ്പെടെ 3 പേരാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇവർ SDPI പ്രവർത്തകരാണ്. പറമ്പായിലെ റഹീസ്, മുബഷിർ, ഫൈസൽ എന്നിവരെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത്. ഇതിൽ ഇവരുടെ ബന്ധുവായ റഹീസ് ഉൾപ്പെടുന്നു. പ്രതികളുടെ ഫോൺ കോളുകൾ പരിശോധിച്ചതിൽ നിന്ന് കൂടുതൽ പേർ ഉണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതേസമയം മകൾ ആൾക്കൂട്ട വിചാരണ നേരിട്ടിട്ടില്ലെന്നും പോലീസ് അറസ്റ്റ് ചെയ്തവർ നിരപരാധികളെന്നുമാണ് റസീനയുടെ കുടുംബത്തിന്റെ പ്രതികരണം. ന്യൂസ് 18 കാസർഗോഡ്. കൊല്ലം കൊട്ടാരക്കരയിൽ ട്രാൻസ്ജെൻഡേഴ്സിന്റെ സമരത്തിനിടെ ഉണ്ടായ ആക്രമണത്തിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും. SHO ഉൾപ്പെടെ 10 പോലീസുകാർക്കും സമരക്കാർക്കും ഇന്നലെ ഉണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. ഇവർ ചികിത്സയിലാണ്. 20ഓളം പേരാണ് ഇന്നലെ അറസ്റ്റിലായത്. മഴക്കാലം ശക്തമായതോടെ മലപ്പുറം മാറുവരിപ്പാതയിൽ അപകടം പതിവായി. വെട്ടിച്ചിറ ചുങ്കം, പുത്തനത്താണി, രണ്ടത്താണി, പാലച്ചിറമാട് തുടങ്ങിയ ഭാഗങ്ങളാണ് അപകട മേഖലയാകുന്നത്. ആറുവരിപ്പാതയിൽ അപകടം തുടർക്കഥയാവുകയാണ്. വാഹനങ്ങൾ തെന്നിമാറിയും ഡിവൈഡറിൽ ഇടിച്ചുമാണ് അപകടങ്ങളിലേറെയും. കഴിഞ്ഞ ദിവസം രോഗിയുമായി പോയ വാഹനം ഇവിടെ മറിഞ്ഞിരുന്നു. കാറ് ഡിവൈഡറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ യുവതി മരിച്ചിരുന്നു. വെട്ടിച്ചിറ ചുങ്കം, പുത്തനത്താണി, രണ്ടത്താണി, പാലച്ചിറമാട് ഭാഗങ്ങളിലാണ് അപകടങ്ങളിലേറെയും നടക്കുന്നത്. പൊതുവെ റോഡിൽ മിനുസ് കൂടുതലുണ്ട്. മഴ പെയ്യുന്നതോടെ ഇത് കൂടും. പെട്ടെന്ന് ബ്രേക്ക് ഇടേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് വാഹനങ്ങൾ തെന്നിമറിയുന്നത്. തേയ്മാനമുള്ള ടയറാണ് വാഹനത്തിനുള്ളതെങ്കിൽ അപകട സാധ്യത കൂടുതലാണെന്ന് ഡ്രൈവർമാർ പറയുന്നു. ട്രാഫിക് നിയമം പാലിക്കാതെയുള്ള ഡ്രൈവിംഗും അപകടത്തിന് ഇടയാക്കുന്നുണ്ട്. പ്രവേശനമില്ലാത്ത ഭാഗത്തുകൂടി വാഹനങ്ങൾ ആറുവരിപ്പാതയിലേക്ക് കയറുന്നതും സ്ഥിരം കാഴ്ചയാണ്. സർവീസ് റോഡിലെ സ്ഥിതിയും മറിച്ചല്ല. ന്യൂസ് 18 തിരൂർ. കാസർഗോഡ് ദേശീയപാതയിൽ അപകട ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ ഡ്രോൺ പരിശോധന. മണ്ണിടിച്ചിലുണ്ടായ വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന്, ബേവിഞ്ച എന്നിവിടങ്ങളിലാണ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സർവേ നടത്തിയത്. ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് ദേശീയപാത അതോറിറ്റിക്ക് കൈമാറും. കാസർഗോഡ് ജില്ലയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിൽ വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന്, ബേവിച്ച എന്നിവിടങ്ങളിലാണ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരന്റെ നേതൃത്വത്തിൽ ഡ്രോൺ സർവേ നടത്തിയത്. വീരമലക്കുന്നിൽ മണ്ണിടിഞ്ഞ് ചിലയിടങ്ങളിൽ ലംബമായും തിരനിശ്ചീനമായും വിള്ളൽ കണ്ടെത്തി. ഇതേ തുടർന്ന് തഹസിൽദാറോട് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം ദേശീയപാത അതോറിറ്റിക്ക് കൈമാറുമെന്ന് കളക്ടർ വ്യക്തമാക്കി. വീരമലക്കുന്നില് ഒരു ഡ്രോൺ സർവേ നടത്തിയിട്ടുണ്ട്. ഇതിന്റെ പ്രധാന ലക്ഷ്യം പറഞ്ഞാൽ ഈ മഴ വന്ന ശേഷം എങ്ങനെയാണ് ഇതിന്റെ സുരക്ഷിതമായിട്ടുണ്ടോ, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പഠിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ഈ ഇതിൽ കണ്ടത് കുറെ സ്ഥലങ്ങളിൽ വിള്ളൽ വീണിട്ടുണ്ടെന്നാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കുറെ സ്ഥലങ്ങളിൽ ഇതായിട്ടുണ്ട്. അപ്പോ ഈ റിപ്പോർട്ട്സ് എല്ലാം എടുത്ത് നമുക്ക് NHAക്ക് കൈമാറും. തഹസിൽദാർ റിപ്പോർട്ട് കൊടുക്കും. അതിനുശേഷം NHA കൈമാറി NHA അതിനായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഇവിടെ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. സംരക്ഷണത്തിന് പ്രത്യേക നടപടി സ്വീകരിക്കാൻ ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെടുമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ കളക്ടറെ അനുഗമിച്ചു. കഴിഞ്ഞ ദിവസം തുടർച്ചയായി മണ്ണിടിച്ചിലുണ്ടായ ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള പ്രദേശങ്ങളിലും ഡ്രോൺ സർവേ നടത്തും. ഇവിടെ നിരവധി ഇടങ്ങളിലാണ് അപകട ഭീഷണി ഉയർന്നിട്ടുള്ളത്. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനെ തുടർന്ന് ഇതുവഴി ഗതാഗതം നിരോധിച്ചിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. എറണാകുളം കാലടി പാലത്തിലെ ഗതാഗത കുരുക്ക് തുടരുന്നു. പാലത്തിലെ കുഴികൾ താൽക്കാലികമായി അടച്ചെങ്കിലും കനത്ത മഴയിൽ വീണ്ടും പഴയപടിയായി. മണിക്കൂറുകളെടുത്താണ് പാലത്തിലൂടെ വാഹനങ്ങൾ കടന്നുപോകുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിൽ പാലത്തിന്റെ കുഴികൾ താൽക്കാലികമായി അടച്ചെങ്കിലും കനത്ത മഴയിൽ പാലം വീണ്ടും പഴയ നിലയിലായി. കാലടിപ്പാലത്തിലൂടെ ഇപ്പോൾ കടന്നുപോകണമെങ്കിൽ മണിക്കൂറുകളെടുക്കും. പാലത്തിലെ കുഴികൾ മൂടണമെന്ന ആവശ്യം മഴയ്ക്ക് മുൻപേ തുടങ്ങിയതാണെങ്കിലും അധികാരികൾ അത് ഗൗരവത്തിലെടുത്തില്ല. പാലത്തിലൂടെയുള്ള സർവീസ് നിർത്തിവെക്കുമെന്ന് സ്വകാര്യ ബസ്സുകൾ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനിടെയായിരുന്നു താൽക്കാലികമായി കുഴിയടച്ചത്. എന്നാൽ കാര്യങ്ങൾ വീണ്ടും പഴയ നിലയിലായി. അരമണിക്കൂറോളം വേണം ഒക്കലും വല്ലതൊക്കെ എത്താനായിട്ട്. ഒരുപാട് ബ്ലോക്കായിക്കാണ്. വളരെ ബുദ്ധിമുട്ടിലാണ് എല്ലാവരും. അപ്പോൾ വീണ്ടും സംരംഭത്തിലേക്ക് പോകും മിക്കവാറും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പാലം പരിഷ്കരിച്ച് അപ്പുറത്തോട്ട് പോകാനാണ് സാധ്യത. ഞങ്ങൾ യൂണിയനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. തൊഴിലാളികളെല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുതിയ പാലം നിർമ്മാണത്തിന്റെ ജോലികൾ നടക്കുന്നുണ്ടെങ്കിലും മന്ദഗതിയിലാണ് അത് നീങ്ങുന്നത്. വിദ്യാലയങ്ങൾ തുറന്നതോടെ വാഹനത്തിരക്കും കൂടി. ഇനി ആരോട് പറഞ്ഞാലാണ് തങ്ങളുടെ ദുരിതം മാറുമെന്ന ചോദ്യമാണ് നാട്ടുകാർക്കും യാത്രക്കാർക്കുമുള്ളത്. ന്യൂസ് 18 കൊച്ചി.
അപകടം വിളിച്ചോതി പട്ടാമ്പി പാലത്തിൽ റോഡ് തകർച്ച. ചോലക്കൽ ഓഡിറ്റോറിയത്തിന് മുൻപിൽ റോഡ് തകർന്ന് ആഴത്തിലുള്ള ചാല് രൂപപ്പെട്ടു. വേഗം കുഴിയടച്ചില്ലെങ്കിൽ ഇരുചക്രവാഹന യാത്രക്കാർക്ക് ജീവഹാനി വരെ സംഭവിക്കുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ഏറെ തിരക്കുള്ള പാലക്കാട് ഗുരുവായൂർ പാതയിൽ പട്ടാമ്പി പാലത്തിൽ ചോലക്കൽ മണ്ഡപത്തിന്റെ മുന്നിലാണ് റോഡ് തകർന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ റോഡ് തകരുകയായിരുന്നു. വളരെ പ്രയാസപ്പെട്ടാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. കുഴിയിൽ വീഴാതിരിക്കാൻ വാഹനങ്ങൾ വെട്ടിക്കുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇരുചക്രവാഹനക്കാർക്കും ഓട്ടോറിക്ഷകൾക്കുമാണ് ഏറെ ഭീഷണി. പട്ടാമ്പി പാലത്തിന്റെ ഒരവസ്ഥയില് കഴിഞ്ഞ പ്രളയത്തില് ഈ പാലത്തിന്റെ വരികള്, ഈ കമ്പിയിട്ട വരികള് നേരാക്കുന്ന, അതേപോലെ തന്നെ ഇവിടെ ടാർ ചെയ്ത് ഇവിടെ ഒരു വലിയൊരു കുണ്ടായിരുന്നു, അതും ടാറിട്ട് പഴയതുപോലെ ആക്കിത്തരാ എന്നൊരു കരാറിലാണ് ഇതിന്റെ കരാർ എടുത്തത്. പക്ഷെ മഴ പെയ്തു 2-3 ദിവസമായി വലിയൊരു ചാലാണ് ഇവിടെ അനുഭവപ്പെട്ടുള്ളത്. പ്രളയത്തിൽ പാലം മുങ്ങിയപ്പോൾ അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും തകർന്ന ഭാഗം നന്നാക്കിയില്ല. അധികൃതരോട് പരാതി പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. കഴിഞ്ഞ പ്രളയത്തിലാണ് ഇത് പൊളിഞ്ഞത്. ഇതിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറെ സമരങ്ങളൊക്കെ ചെയ്തതിനു ശേഷമാണ് ഇവിടേക്ക് ഇങ്ങനെ ഒരു പേരാക്കിയത്. അത് ബന്ധപ്പെട്ട അധികാരികൾ ഇത് കണ്ട് ഈ ദുരിതം ഇപ്പൊ കാണാറില്ലേ, അപ്പൊ ഈ ദുരിതങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് ഇത് യാത്രക്കാർക്ക് നല്ലൊരു സുഖമായ യാത്ര അനുവദിച്ചു കൊടുക്കണം. ഗുരുവായൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ ഗട്ടർ ചാടിയാണ് താഴ്ന്ന പാലത്തിലേക്ക് പ്രവേശിക്കുന്നത്. കനത്ത മഴ പെയ്താൽ വെള്ളം നിറഞ്ഞ് കുഴിയുടെ ആഴം മനസ്സിലാകാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നുണ്ട്. വാഹനങ്ങളുടെ മെല്ലെപ്പോക്ക് കാരണം പട്ടാമ്പി പാലത്തിൽ പലപ്പോഴും ഗതാഗതക്കുരുക്കും അനുഭവപ്പെടുന്നു. ന്യൂസ് 18 പട്ടാമ്പി. മൂവാറ്റുപുഴ കീച്ചേരി EEC മാർക്കറ്റ് ബൈപ്പാസ് റോഡ് തകർന്നതിൽ പ്രതിഷേധം. നാട്ടുകാർ വാഴ നട്ട് പ്രതിഷേധിച്ചു. 1 കിലോമീറ്റർ ദൂരത്തിലുള്ള റോഡിൽ പല സ്ഥലങ്ങളിലും കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി ഭൂരിഭാഗം വാഹനങ്ങളും ബൈപ്പാസ് വഴിയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. എന്നാൽ റോഡ് തകർന്നതിനെ തുടർന്ന് വലിയ ഗതാഗത കുരുക്കും യാത്രാക്ലേശവുമാണ് ഉണ്ടാകുന്നത്. മൂവാറ്റുപുഴ നഗരവികസനം നടക്കുമ്പോൾ റോഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ട്രാഫിക്കിൽ ഒരുപാട് കൺജഷനുള്ളതാണ്. അതുപോലെയാണ് ഈ കീച്ചേരിപ്പടി EEC മാർക്കറ്റ് റോഡിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ കുണ്ടും കുഴിയും നിറഞ്ഞ ഈ റോഡ്, EEC മാർക്കറ്റ് ബൈപ്പാസ് റോഡ്. ഇത് BMBC നിലവാരത്തിൽ 2026 വരെയും ഇതിന്റെ വാറണ്ടി പീരീഡുള്ള ഈ റോഡിന് ഈ ഗതി വന്നിട്ട് ഇതുവരെ ഉദ്യോഗസ്ഥരോ ഭരണകർത്താക്കളോ തിരിഞ്ഞു നോക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് വേണ്ടത് ഇദ്ദേഹമാണ്. ഇന്നലെ രാത്രി വണ്ടികളെല്ലാം മറിഞ്ഞാടി ഇവിടെ വീട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇനി ഒരു മരണമോ മറ്റുള്ള പ്രശ്നങ്ങളോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ ഒരു സ്വന്തമായിട്ടൊരു വാഴ കുന്നവിടെ നട്ടുവെച്ചിരിക്കുന്നതാണ്. ദുരിതമൊഴിയാതെ പാലക്കാട് വാടാനംകുറിശി ഗ്രാമം. ഇഴഞ്ഞു നീങ്ങുന്ന മേൽപ്പാല നിർമ്മാണവും റോഡ് തകർച്ചയും ഗതാഗത കുരുക്കും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നു. എത്ര കാലം ദുരിതം അനുഭവിക്കേണ്ടി വരുമെന്നാണ് നാട്ടുകാരുടെ രോഷത്തോടെയുള്ള ചോദ്യം. വാടാനംകുറിശി റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന്റെ മെല്ലെപ്പോക്കും റോഡ് തകർച്ചയും കാരണം നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. 1 വർഷം കൊണ്ട് പണി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ് ആരംഭിച്ച റെയിൽവേ മേൽപ്പാല നിർമ്മാണം 4 വർഷമായിട്ടും പാതി വഴിയിലാണ്. ഇതിന്റെ ഭാഗമായുള്ള റോഡ് തകർച്ചയും ഗതാഗതക്കുരുക്കുമെല്ലാം കാരണം ജനങ്ങൾ ദുരിതത്തിലും. പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടന്നെങ്കിലും സ്ഥിതിക്ക് മാറ്റമില്ല. ഏകദേശം 9 വർഷത്തോളമായി ഇവിടെ ഈ റെയിൽവേ മേൽപ്പാലം എന്നുള്ള ഒരു സങ്കല്പം തുടങ്ങിയിട്ട് 2016 മുഹമ്മദ് മൂസിൻ MLA ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതാണ് ഈ റെയിൽവേ മേൽപ്പാലം എന്നുള്ളൊരു സംഭവം. എന്നാൽ നാളിതുവരെയായും പത്രക്കാരുടെ മുന്നിലും ദൃശ്യമാധ്യമങ്ങളുടെ മുന്നിലും അടുത്ത മാസം ഉദ്ഘാടനം എന്ന കൊട്ടിഘോഷണമല്ലാതെ ഇതിന് ശാശ്വതമായ യാതൊരുവിധ പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അടുത്ത ഘട്ടമായി ഞങ്ങൾ ഈ റോഡ് ഉപരോധം 3-4 സമരങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തി. അടുത്ത ഘട്ടമായി റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരമാണ് ഞങ്ങൾ പ്രഖ്യാപിക്കാൻ പോകുന്നത്. ആഴ്ചകൾക്ക് മുമ്പ് കണ്ടെയ്നർ ലോറി സർവീസ് റോഡിൽ കുടുങ്ങി മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു. മഴക്കാലമായതോടെ പലപ്പോഴും വലിയ ചെളിക്കെട്ട് രൂപപ്പെടുന്നു. ഇരുചക്ര വാഹന യാത്രക്കാരാണ് ഏറെ ബുദ്ധിമുട്ടുന്നത്. ഇതിന്റെ കോൺട്രാക്ടർ അജ്ഞാതവാസത്തിലാണ്. ഇതിനെ പറ്റിയിട്ട് MLAക്കോ മന്ത്രിക്കോ ഒന്നും അറിയില്ല. അത് എന്തായാലും പൊതുജനങ്ങൾ, നാട്ടുകാർ ബുദ്ധിമുട്ടിലാണ്. എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. കിഫ്ബി വഴി 34 കോടി രൂപ ചെലവഴിച്ചാണ് വാടാനംകുറിശി റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മിക്കുന്നത്. ഏപ്രിലിലോ മെയ്യിലോ തുറക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി അടക്കമുള്ളവർ പറഞ്ഞെങ്കിലും ഒന്നും നടപ്പായില്ല. മേൽപ്പാലം നിർമ്മാണം പൂർത്തിയാകാൻ ഇനിയും മാസങ്ങൾ വേണ്ടിവരും. അതുവരെ ദുരിതയാത്രയ്ക്ക് പരിഹാരമില്ലേ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. ന്യൂസ് 18 പട്ടാമ്പി. മഴ
ശക്തമായാൽ പാലക്കാട് ആനക്കര നെയ്യൂർ നിവാസികളുടെ മനസ്സിലാധിയാണ്. പ്രദേശത്തെ പരപ്പൻ തോടിന്റെ വരമ്പിടിഞ്ഞു വീണതോടെ വലിയ തോതിലാണ് മഴവെള്ളം വീടുകളിലേക്ക് ഇരച്ചെത്തുന്നത്. തോരാത്ത മഴയിൽ തീരാദുരിതമാണ് പാലക്കാട് ആനക്കര പഞ്ചായത്തിലെ നെയ്യൂർ പ്രദേശവാസികൾക്ക്. ശക്തമായി മഴ പെയ്താൽ ഇവിടെ വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തും. പ്രദേശത്തെ പരപ്പൻ തോടിന്റെ വരമ്പ് തകർന്നതാണ് ദുരവസ്ഥയ്ക്ക് കാരണം. തോട് പൊട്ടിക്കെടുക്കൽ തുടങ്ങിയിട്ട് പഞ്ചായത്തിൽ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇതുവരെയായിട്ടും ഒരു തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പൊ ഇത് തോട്ട് വരുമ്പോൾ ഒന്ന് കെട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഞങ്ങളെ വീട്ടിലേക്കോ ഞങ്ങളെ കൃഷി സ്ഥലത്തേക്കോ ഒന്നും വെള്ളം വല്ലാതെ കവിഞ്ഞു കിടക്കൂല. കംപ്ലീറ്റ് പുഴയിലേക്കാണ് ഇറങ്ങി പോകുള്ളൂ വെള്ളം. കഴിഞ്ഞ ദിവസം പ്രദേശവാസിയുടെ തൊഴുത്ത് വെള്ളത്തിനടിയിലായിരുന്നു. വെള്ളം ഇറങ്ങിയതോടെയാണ് കർഷകനായ പള്ളിശ്ശേരിക്കുഴിയിൽ ഹംസ തന്റെ പശുക്കളെ സുരക്ഷിതമായ സ്ഥലത്തു നിന്ന് തിരികെ കൊണ്ടുവന്നത്. കഴിഞ്ഞ വർഷം മുഴുവനായി പൊട്ടിയ സൈഡ്, പക്ഷെ ഇതുവരെ ഒന്നും ചെയ്തില്ല. അവര് ഞങ്ങള് ഒരു ക്ഷീരകർഷകനുണ്ട് ഭർത്താവ്. ഞങ്ങൾക്ക് 4-5 പശുക്കളുണ്ട്. ഇതിനെ കൊണ്ട് ഞങ്ങൾ എവിടെ പോവാനാ? തൊഴുത്തിലൊക്കെ ഇന്നലെ വെള്ളം കയറി. വീടിനകത്ത് പകുതി വരെ, അടുക്കള വരെ വെള്ളം കയറി. പൊട്ടിയ വരമ്പിലൂടെ മഴവെള്ളം ഒഴുകാതിരിക്കാൻ കർഷകരും പ്രദേശവാസികളും അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. ആനക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 3 വർഷം മുൻപാണ് താൽക്കാലിക നിർമ്മാണം നടത്തിയത്. എന്നാൽ അതെല്ലാം ഒലിച്ചുപോയ അവസ്ഥയാണിപ്പോൾ. പാടത്ത് വെള്ളം കെട്ടിനിന്നതോടെ വിതച്ച നെല്ലും നശിച്ചെന്ന പരാതിയും കർഷകർ പങ്കുവയ്ക്കുന്നു. ഈ പരപ്പന്തോടെ ഈ വെള്ളം മറിഞ്ഞിട്ട് പൊട്ടിയിട്ട് കിടന്നിട്ട് 8 വർഷത്തോളമായി. വീണ്ടും പൊട്ടിയിട്ട് ഒഴുകിയിട്ട് ഒരു 10-60 ഏക്കർ സ്ഥലത്ത് കൃഷി പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. പരപ്പൻ തോടിന്റെ നവീകരണത്തിന് ആവശ്യമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്നും പ്രദേശവാസികളുടെ ദുരിതത്തിന് ഉടൻ പരിഹാരമുണ്ടാക്കുമെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. തോട് നവീകരണത്തിന് 5 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് വാർഡംഗം CP സവിത പറഞ്ഞു. 2024-25 വർഷത്തില് ഭരണസമിതി നമ്മുടെ നെയ്യൂര് പരപ്പന്തോട് വരുന്ന ഭാഗത്ത് ആനക്കര ബോർഡറും അതേപോലെ കപ്പൂർ ബോർഡറും ഉള്ള സ്ഥലത്താണ് ഒരു പുതിയ പ്രോജക്റ്റ് വെച്ചിട്ടുള്ളത്. 5 ലക്ഷം രൂപ നമ്മൾ അതിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ എസ്റ്റിമേഷനും എടുത്തു കഴിഞ്ഞതാണ്. ഇനി അത് ഇംപ്ലിമെന്റിംഗ് മാത്രമേ ചെയ്യാനുള്ളൂ. തോടിന്റെ ഒരു വശം 200 മീറ്ററിൽ കോൺക്രീറ്റ് ചെയ്തുള്ള നിർമ്മാണമാണ് നടത്തുക. ന്യൂസ് 18 പട്ടാമ്പി. മലപ്പുറം കുറ്റിപ്പുറത്ത് ഓടകൾ ശുചീകരിക്കാത്തത് വലിയ പ്രതിസന്ധിയാവുകയാണ്. മഴക്കാലമായതോടെ ഒഴുക്ക് നിലച്ച ഓടകൾ വലിയ വെള്ളക്കെട്ടിന് കാരണമാവുന്നുണ്ട്. ഇതോടെ വ്യാപാരികളും പ്രതിസന്ധിയിലാണ്. കുറ്റിപ്പുറം തിരൂർ റോഡിൽ മഴ പെയ്താൽ സ്ഥിതിയാകെ മാറും. വ്യാപാരികളാണ് വെള്ളക്കെട്ടിന്റെ ഇരകൾ. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ തിരൂർ റോഡിലെ കടകളിലും വരാന്തകളിലും വെള്ളം കയറിയിരുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ നശിക്കുമെന്ന ആശങ്കയിലാണ് കച്ചവടക്കാർ. പ്രദേശത്തെ ഓടകൾ കൃത്യമായി ശുചീകരിക്കാത്തതാണ് കാരണം. തിരൂർ റോഡിലെ വ്യാപാരികളാണ് ഏറെയും ബുദ്ധിമുട്ടുന്നത്. സ്ലാബുകൾ നീക്കം ചെയ്ത് അടഞ്ഞ ഓടകൾ വൃത്തിയാക്കിയാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് ഇവർ പറയുന്നത്. തിരൂർ റോഡില് ഈ വെള്ളക്കെട്ടിന് ഒരു പരിഹാരം അധികാരികളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കടകൾ അടച്ചിട്ട് പഞ്ചായത്തിന്റെ മുന്നിലോ അല്ലെങ്കിൽ PWD ഓഫീസിന്റെ മുന്നിൽ വന്നിരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ മക്കളെ പോറ്റാനോ ജീവിക്കാനോ ഇത്തരത്തിൽ വെള്ളക്കെട്ടിന്റെ ഭാഗത്ത് ഞങ്ങൾക്ക് യാതൊരു മാർഗമില്ല. നേരം വെളുത്ത കടകളിലൊക്കെ വെള്ളമാണ്. കാരണം മഴ കെട്ടി പെയ്താൽ ഒരു തുള്ളി വെള്ളം ഒലിച്ചു പോകുന്നില്ല. ഒരു കസ്റ്റമറിന് സാധനം വാങ്ങിക്കാൻ ഞങ്ങളെ കടലിലേക്ക് വരാൻ സാധിക്കുന്നില്ല. പലതവണ പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായില്ല. ഫസ്റ്റ് മഴ പെയ്യുമ്പോഴൊക്കെ ഭൂമി വെള്ളം കുടിച്ചിരുന്നു. ഇപ്പൊ വെള്ളം മഴ പെയ്തു കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കുകയാണ് അവിടെ. ഇവിടുന്ന് ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്ന് ഇവിടെ PWDയുടെ ഓഫീസർ വന്നിട്ട് ചോദിച്ചപ്പോഴും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. നമ്മൾ മുന്നെടുത്ത് ഫോട്ടോ കാണിച്ചു കൊടുത്ത് എന്നൊക്കെ പറഞ്ഞു. ഇനി വെള്ളം മഴ പെയ്യണ സമയത്ത് സാറ് വരികയാണെങ്കിൽ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞു വിട്ടതാണ്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തികൾ കാര്യക്ഷമമല്ലാത്തതാണ് സ്ഥിതി ഗുരുതരമാക്കിയത്. പ്രതിഷേധത്തിനൊടുവിൽ കുറ്റിപ്പുറം ടൗണിലെ ചില ഭാഗങ്ങൾ മാത്രം ശുചീകരണ പ്രവർത്തികൾ നടത്തി അവസാനിപ്പിക്കുകയായിരുന്നു. സംഭവത്തിൽ വ്യാപാരികൾ കടുത്ത പ്രതിഷേധത്തിലാണ്. 3 വർഷമായി തുടരുന്ന ഈ അവസ്ഥയ്ക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ സമരം നടത്താനാണ് വ്യാപാരികളുടെ തീരുമാനം. ന്യൂസ് 18 തിരൂർ. ഗൂഗിൾ മാപ്പ് നോക്കിയുള്ള യാത്ര ലക്ഷ്യസ്ഥാനത്ത് നമ്മളെ എത്തിക്കുമെങ്കിലും ഇതിനെ ആശ്രയിച്ച് പണി കിട്ടിയവർ അധികമാണ്. കഴിഞ്ഞ ദിവസം കൊല്ലം റോഡ് കടയിലെ പോക്കറ്റ് റോഡിലൂടെ നാശനഷ്ടങ്ങൾ വരുത്തി കണ്ടെയ്നർ ലോറി എത്തിയത് ഗൂഗിൾ മാപ്പിലൂടെ നോക്കി വഴി തെറ്റിയാണ്. അഷ്ടമുടി കായലിൽ വാഹനം പതിക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ്. ഒടുവിൽ ഏറെ പണിപ്പെട്ടാണ് വലിയ ക്രെയിനിന്റെ സഹായത്തോടെ ലോറി തിരികെ എത്തിച്ചത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ മരച്ചില്ലകളും മറ്റും ഒടിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ടാണ് പ്രദേശവാസികൾ ഉണർന്നത്. ചെറിയ വാഹനങ്ങൾ മാത്രമെത്തുന്ന ഇടറോഡിലേക്ക് വലിയ കണ്ടെയ്നർ എത്തിയത് നാട്ടുകാരെ തീർത്തും ദുരിതത്തിലാക്കി.
പ്രദേശത്തെ നിരവധി വീടുകൾക്കും KCB ലൈനും നാശമുണ്ടാക്കിയാണ് വാഹനമെത്തിയത്. അമിതമായി മദ്യപിച്ച തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവറും മറ്റു 2 പേരുമാണ് കണ്ടെയ്നർ ലോറിയിൽ ഉണ്ടായിരുന്നത്. കായലിന്റെ കരയിൽ വീടുപണി നടക്കുന്ന സ്ഥലത്ത് വാഹനം പുതഞ്ഞു നിന്നു. അഞ്ചാലമൂട് ഭാഗത്തേക്ക് പോകേണ്ട വാഹനം ഗൂഗിൾ മാപ്പ് നോക്കി വഴിതെറ്റി വന്നതാണെന്നാണ് ഡ്രൈവർ പോലീസിനോട് പറഞ്ഞത്. പോലീസുകാരുടെയും വാർഡ് മെമ്പറുടെയും സാന്നിധ്യത്തിൽ ക്രെയിൻ ഉപയോഗിച്ച് വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു. നഷ്ടപരിഹാരം നൽകാമെന്ന ഉറപ്പിൽ പിന്നീട് വാഹനം. കൊല്ലത്ത് അങ്കനവാടിയിലെ ഫാൻ പൊട്ടി വീണ് 3 വയസ്സുകാരന് തലയ്ക്ക് പരിക്ക്. തിരുമുല്ലവാരത്ത് അങ്കനവാടി കെട്ടിടത്തിലെ ഫാനാണ് പൊട്ടി വീണത്. ശോചനീയാവസ്ഥയിലുള്ള താൽക്കാലിക കെട്ടിടത്തിലാണ് സർപ്പക്കുഴിയിലെ അങ്കനവാടി. പരിക്കേറ്റ കുട്ടിയെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ പ്രതികൾക്ക് +1 പ്രവേശനം നൽകിയതിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനകൾ. വിദ്യാർത്ഥികളെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷാകർത്താക്കളും സമരം തുടങ്ങി. ഷഹബാസ് വധക്കേസിൽ പ്രതികളായ 2 വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയ ഈങ്ങാപ്പുഴ MGM ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലാണ് പ്രതിഷേധം. സ്കൂളിലേക്ക് മാർച്ച് നടത്തിയ KSU MSF പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് സ്കൂളിലേക്ക് കടക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി. പ്രതികളായ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയ സ്കൂൾ അധികൃതർക്കെതിരെ മറ്റു വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും രംഗത്തെത്തി. മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും കുട്ടികളെ പുറത്താക്കാൻ നടപടി ഉണ്ടായില്ലെങ്കിൽ തങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ നിന്ന് പിൻവലിക്കുമെന്ന് രക്ഷകർത്താക്കൾ മുന്നറിയിപ്പ് നൽകി. കോതമംഗലം നീണ്ടപാറയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം കൃഷിയിടങ്ങൾ നശിപ്പിച്ചു. സന്ധ്യ കഴിഞ്ഞാൽ കൂട്ടമായി എത്തുന്ന ആനകൾ പുലർച്ചെയാണ് മടങ്ങുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. നീണ്ടപാറ പള്ളിപ്പടി ഭാഗത്ത് കഴിഞ്ഞ ദിവസമെത്തിയ കാട്ടാനകൾ നിരവധി പേരുടെ പുരയിടത്തിലെ കൃഷികൾ നശിപ്പിച്ചു. വാഴ, തെങ്ങ്, കമുക്, കൊക്കോ, ജാതി, കപ്പ തുടങ്ങിയ കൃഷികൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആനകൾ എത്തുന്നു. സ്കൂൾ കുട്ടികൾക്കും ജോലിക്ക് പോകുന്നവർക്കും ഭയം കൂടാതെ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. സന്ധ്യയ്ക്ക് 7 മണിയോടുകൂടി ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തുകൂടി റോഡിൽ കൂടി ഇറങ്ങി വന്ന് ഞങ്ങളുടെ കൃഷിരഹണങ്ങളൊക്കെ നശിപ്പിച്ചു. 7 മണി കഴിഞ്ഞാൽ ഞങ്ങളുടെ പിള്ളേർക്കോ വീട്ടിലുള്ളവർക്കോ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഞങ്ങൾ RRTന്ന് വിളിച്ചു കഴിയുമ്പോൾ ഏതാനും മണിക്കൂർ കഴിയുമ്പോഴാണ് അവർക്ക് ഇവിടെ സ്ഥലത്തെത്താൻ പറ്റുന്നത്. കാരണം അവർക്ക് സ്ഥലത്തെത്താനോ ആനയെ ഓടിക്കാനോ ഉള്ള സജ്ജീകരണങ്ങളോ വണ്ടിയോ സൗകര്യമോ ഇല്ലെന്നുള്ളതാണ് അവർ പറയുന്നത്. പല പ്രാവശ്യം ഈ വനസമിതിയൊക്കെ കൂടുകയും കാര്യങ്ങളൊക്കെ പറയുകയും MLA ഉൾപ്പെടെ വണ്ടിക്കുള്ള ഇത് ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇന്നും ആ വണ്ടി കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ഇവർക്ക് എളുപ്പം എത്തിച്ചേരാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും RRT സേവനം കാര്യക്ഷമമാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കോതമംഗലം. ഇടുക്കി ഉപ്പുതറ കക്കത്തോട്ടിൽ കാട്ടാനശല്യം രൂക്ഷം. ആനയെ പ്രതിരോധിക്കാൻ സ്ഥാപിച്ച ഫെൻസിംഗ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്നാണ് പരാതി. സ്ഥിരമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി കാട് മാറ്റണമെന്നാണ് ആവശ്യം. കാക്കത്തോട് മേഖലയിൽ മുൻപെങ്ങുമില്ലാത്ത വിധം കാട്ടാനശല്യം രൂക്ഷമായിരിക്കുകയാണ്. ദിവസവും ആനകളെത്തും. ദിവസങ്ങളോളം തമ്പടിക്കും. കൃഷിയിടത്തിലെത്തുന്ന ആന വ്യാപക നാശം വരുത്തും. അടുത്തിടെയായി ഏക്കർ കണക്കിന് ഭൂമിയിലെ കൃഷി നശിച്ചു. വന്യമൃഗാക്രമണം തടയുന്നതിനായി ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കാര്യക്ഷമമല്ല. ഈ ആനയെ ഓടിക്കുവാൻ സർക്കാരും അവരുടെ RT ടീമുണ്ട്, നാട്ടുകാരും നിരന്തരമായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആനയെ ഓടിച്ചുവിടാൻ വലിയ പാടാണ്. ഈ ആന ഒരു നിമിഷം ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഫെൻസിംഗ് ആണ് അതിൻ്റെ ഇടയിൽ കൂടെ വന്നാലും കൃഷിയിടങ്ങൾ നശിപ്പിച്ചുകൊണ്ട് നിരന്തരം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ആ മേഖലയ്ക്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതൊരു ശല്യക്കാരനായ ആനയെ മാറിയിരിക്കുകയാണ്. ഇതിനെ മയക്കുവെടി വെച്ച് പിടിച്ച് ഇതിനെ ഇവിടെ മാറ്റി വേറെ കടത്തി. ജനവാസ മേഖലയ്ക്ക് ചുറ്റും 2 കിലോമീറ്റർ ദൂരത്തിലാണ് ഫെൻസിംഗ് ഉള്ളത്. രാത്രികാലങ്ങളിൽ പൂർണ്ണമായി ഫെൻസിംഗ് വേലിയിൽ വൈദ്യുതി പ്രവാഹം ഉണ്ടാവുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. സ്ഥിരമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആനയെ ഇവിടെ നിന്നും പിടിച്ചുമാറ്റണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 ഇടുക്കി. പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ കടകൾ കത്തിനശിച്ചു. തണ്ണിത്തോട് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ബേക്കറിയും ഫാൻസി സെന്ററുമാണ് കത്തിനശിച്ചത്. പുലർച്ചെ 3:15ഓടെയായിരുന്നു തീപിടുത്തം. ഫാൻസി സെന്ററിനുള്ളിൽ നിന്നാണ് തീ പടർന്നത്. അഗ്നിബാധയുടെ കാരണം വ്യക്തമല്ല. കടകളുടെ മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന മാരുതി കാറിനും തീപിടിച്ചു. LPG സിലിണ്ടർ ഉൾപ്പെടെയുള്ളവ കടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. പാലക്കാട് വടക്കഞ്ചേരിയിൽ ലോട്ടറി കടയിൽ വൻ കവർച്ച.
5000 രൂപയും 60,000 രൂപയുടെ ലോട്ടറിയും കവർന്നു. വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിന് മുൻപിലെ വിനായക ലോട്ടറി ഏജൻസിയിലാണ് കവർച്ച നടന്നത്. വ്യാഴാഴ്ച രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടെത്തിയത്. ലോട്ടറി കടയ്ക്ക് മുൻപിലുള്ള പച്ചക്കറി കടയിൽ കഴിഞ്ഞ ആഴ്ച മോഷണം നടന്നിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇന്നലെ രാത്രി ഞാൻ 9 മണിക്ക് കടയടച്ചിട്ട് പോയി. കാലത്ത് 10 മണിക്ക് സാധാരണ 10 മണിക്ക് തുറക്കാറുള്ളത് കട. കാലത്ത് നേരത്തെ കടന്ന് തുറന്നാൽ കച്ചവടം ഇവിടെ ഈ ഭാഗത്ത് കമ്മിയായതുകൊണ്ട് ഞാൻ സാധാരണ 10 മണിക്ക് തുറക്കാറുള്ളത്. അപ്പോൾ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ലിവറൊക്കെ കൊടുത്ത് കൂട്ടൊക്കെ പൊട്ടിച്ചിട്ട് കമ്പിയൊക്കെ ഇതിനകത്ത് ഇട്ടിട്ട് പോയിരുന്നു. അതാണ് കാലത്ത് വന്നിട്ട് നമ്മൾ കണ്ട ഒരു കാഴ്ച. കാസർഗോഡ് KSRTCയിൽ ഡ്രൈവറുടെ അപകട യാത്ര. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ദീർഘദൂരം വാഹനമോടിക്കുന്ന ദൃശ്യം പുറത്തുവന്നു. കാസർഗോഡ് ഡിപ്പോയിൽ നിന്നും പുറപ്പെട്ട KSRTC ബസ്സിലെ ഡ്രൈവർ KM കൃഷ്ണഭട്ടാണ് അപകടകരമാം വിധം വാഹനമോടിച്ചത്. സമ്പൂർണ്ണ സ്മാർട്ട് വില്ലേജ് മണ്ഡലമാവാൻ ഒരുങ്ങി പട്ടാമ്പി. ഓങ്ങല്ലൂരിലെ 2 വില്ലേജ് ഓഫീസുകളിൽ ഒന്ന് സ്മാർട്ടാക്കുന്നതിന് 45 ലക്ഷം രൂപ അനുവദിച്ചു. പ്രവർത്തനോദ്ഘാടനം ഇന്ന് വൈകുന്നേരം നടക്കും. ഇതോടെ സമ്പൂർണ്ണ സ്മാർട്ട് വില്ലേജ് മണ്ഡലമായി പട്ടാമ്പി മാറും. സ്മാർട്ട് ഓഫീസ് പദ്ധതി പ്രകാരമാണ് ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസ് നവീകരിക്കുന്നത്. നിലവിൽ മരുതൂരിലാണ് വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ 2 വില്ലേജ് ഓഫീസുകളാണ് ഉള്ളത്. വാടാനം കൃഷിയിൽ പ്രവർത്തിക്കുന്ന ഓങ്ങല്ലൂർ 2 വില്ലേജ് ഓഫീസ് നേരത്തെ സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കി മാറ്റിയിരുന്നു. പട്ടാമ്പി മണ്ഡലത്തിലെ 9 വില്ലേജ് ഓഫീസുകളിൽ 7 വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസായി മാറി. മരുതൂരിലുള്ള ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസും പട്ടാമ്പി വില്ലേജ് ഓഫീസുമാണ് സ്മാർട്ട് ആവാനുള്ളത്. റവന്യൂ ടവറിൽ പട്ടാമ്പി വില്ലേജ് ഓഫീസും ഉൾപ്പെടും. ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസ് സ്മാർട്ട് ആകുന്നതോടുകൂടി പട്ടാമ്പി സമ്പൂർണ്ണ സ്മാർട്ട് വില്ലേജ് മണ്ഡലമായി മാറുമെന്ന് മുഹമ്മദ് മുഹ്സിൻ MLA പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ സ്മാർട്ട് വില്ലേജ് പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പരമാവധി പട്ടാമ്പി മണ്ഡലത്തിലെ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഓങ്ങല്ലൂർ 1 വില്ലേജ് ഇപ്പൊ നിർമ്മിക്കുന്നു. ഓങ്ങല്ലൂർ 2 വില്ലേജ് നേരത്തെ പൂർത്തീകരിച്ചു. അതോടൊപ്പം വല്ലപ്പുഴ വില്ലേജിന്റെ നവീകരണം പൂർത്തീകരിച്ചു. നമുക്കറിയാം വിളയൂര്, അതുപോലെ തന്നെ കൊപ്പം, പുലിക്കല്ലൂര്, തിരുവേഗപ്പുറ, മുതുതല വില്ലേജ് ഓഫീസുകളെല്ലാം തന്നെ 7ഓളം വില്ലേജ് ഓഫീസുകൾ ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ പൂർത്തീകരിക്കുകയും അതുപോലെ തന്നെ നവീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വല്ലപ്പുഴ നവീകരണം ബാക്കി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പുതുതായിട്ട്. പിന്നെ അതിന്റെ പുറമെയാണ് ഇപ്പോൾ ഓങ്ങല്ലൂർ 1 വില്ലേജിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. ഇപ്പോൾ 45 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മരുതൂരിലുള്ള ഓങ്ങല്ലൂർ വില്ലേജ് ഓഫീസ് സ്മാർട്ടാക്കുന്നത്. നിർമ്മാണോദ്ഘാടനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ സംഘാടക സമിതി യോഗം ചേർന്നിരുന്നു. നിലവിൽ പരിമിതിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസ് സ്മാർട്ട് ആകുന്നതോടെ പൊതുജനങ്ങൾക്ക് മികച്ച സേവനം നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 പട്ടാമ്പി. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 9,210 രൂപ, പവന് 73,680 രൂപ. 18 കാരറ്റ് ഗ്രാമിന് 7,580 രൂപ, പവന് 60,640 രൂപ. വെള്ളി ഗ്രാമിന് 118 രൂപ, കിലോയ്ക്ക് 1,18,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സകലമാന കേരളം പൂർണ്ണമാകുന്നു. സ്പോട്ട് ലൈവിൽ ഇനി ടോം കുര്യാക്കോസ് ചേരും.